എറണാകുളം ബോൾഗാട്ടി പാലത്തിലെ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞു. പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച 2 വിദ്യാർത്ഥികൾ മരിച്ചത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്. ഈ മരിച്ച കുട്ടികൾ ആരൊക്കെയാണ്? കേസിൽ അറസ്റ്റ് വല്ലതും ഉണ്ടായോ? അപകടത്തിന് കാരണക്കാരനായ അല്ലെങ്കിൽ അപകടം സംഭവിച്ച ഓട്ടോക്കാരനെ ഇപ്പോൾ മുളവുകാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്ത് വരികയാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിൻ്റെ മറ്റു തുടർ നടപടികളിലേക്ക് പോകുന്നുവെന്നും മുളവുകാട് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സംഭവ സ്ഥലത്താണ് ഉള്ളത്. ഈ ബൈക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ മുളവുകാട് പോലീസ് സ്റ്റേഷനിലുള്ള ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിക്കുന്നത്. ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. 2 കോളേജ് വിദ്യാർത്ഥികളാണ്. എറണാകുളം സെൻറ് ആൽബർട്ട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. ഒന്ന് നെയ്യാറ്റിൻകര സ്വദേശിയും നരേന്ദ്രനാഥും അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശി ആരോമലുമാണ് മരിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബൈക്ക് നമ്മൾ നഗരത്തിൽ നിന്ന് വരുന്ന പാലമാണത്. നഗരത്തിൽ നിന്ന് കടന്നു വരുന്ന പാലത്തിലാണ്. ആ പാലത്തിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടശേഷം ബൈക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആണിത്. പുലർച്ചെ ഈ ഫോർട്ട് കൊച്ചി ലക്ഷ്യമാക്കി, ഒരുപക്ഷെ ഫോർട്ട് കൊച്ചിയിൽ എങ്ങോട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് കൃത്യമായി വ്യക്തമല്ല. എങ്കിലും നഗരത്തിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ റോഡ് പാലം കടന്നു വരികയായിരുന്നു. അപ്പോഴാണ് നഗരത്തിൽ ഓടുന്ന ഓട്ടോ ഇവിടെ നിന്ന് നഗരത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് വാഹനങ്ങൾ പാലത്തിൽ വെച്ച് കൂട്ടിയിടിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരും മരിച്ചുവെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ വാഹനത്തിൽ ഓട്ടോ ഇടിച്ചതിൻ്റെ പാടുകളൊക്കെ കാണാം. സീറ്റ് ഉൾപ്പെടെയുള്ള ഇതെല്ലാം മാറി പോയിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവറെ ചോദ്യം ചെയ്ത് വരികയാണ്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പുതുവത്സര ദിവസം തന്നെയാണ് ആ ഒരു അപകടത്തിൽ 2 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏറെ വേദനാജനകമായ അവസ്ഥയിൽ തന്നെ പറയേണ്ടി വരും. വിദ്യാർത്ഥികളാണ് 2 പേരും സെൻറ് ആൽബർട്ട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇപ്പോൾ ഈ കുട്ടികളുടെ മൃതദേഹം എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും. ശരി.